പമ്പൊക്കെ ചിക്കാറായി. പോച്ച ഒരു മഴ പെയ്താ മതി. പോച്ചയൊക്കെ മുബീന വിളിച്ചു വരും. എവിടെ പോയിട്ടായിരുന്ന? സംഘത്തിൽ പോയിരുന്നടി. ഇന്നല്ലായിരുന്ന ചിട്ടിയുള്ള ദിവസം. ഇന്നായിരുന്നാ? കിട്ടിയനക്ക്? കിട്ടിയില്ല. ഞാൻ അത്രയ്ക്ക് അത്യാവശ്യമായോണ്ടായി ഇപ്രാവശ്യം പിടിക്കാന്ന് വെച്ചാ. അവര് താത്ത പിടിച്ച് നഷ്ടോടി. ഞാനാണെങ്കി ഇപ്രാവശ്യമെങ്കിലും വാർത്തിട്ട് വീട്ടിൽ കയറി താമസിക്കാന്ന് വിചാരിച്ചായിരുന്നു. മഴയാവാൻ എത്ര ദിവസമുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടി പോയതായിരുന്നു. ഇക്ക അവിടെ ഇന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ യുദ്ധമായിട്ട് കയറി വന്ന് അങ്ങോട്ട് കയറി പോവാനും പറ്റുന്നില്ല. അയ്യോ, അപ്പൊ പിന്നെ ബാക്കി പണി എങ്ങനെയോടി? നീ അതല്ലേ പ്രതീക്ഷിച്ചിരുന്ന? ഒരു കാര്യം ചെയ്യ്, നിന്റെ വീട്ടിൽ ആരെങ്കിലും അടുത്തൊന്ന് സഹായം ചോദിയിര്, കിട്ടുമ്പോ കൊടുക്കാല്ലേ? ആരും ചെയ്യത്തില്ലടി. ഇക്കായും കൂടെ നാട്ടിൽ വന്നിരിക്കുന്നെന്ന് എല്ലാവർക്കും അറിയാലോ. ആരും തരത്തില്ല. ചോദിച്ച് നാണം കെടാന്നേ ഉള്ളു. ഇനിയിപ്പോ അവര് വിചാരിക്കും ചിലപ്പോ കിട്ടിയില്ലെങ്കിലോ ഒന്ന്. അതൊക്കെ ശരി തന്നെ. ബന്ധുക്കളൊക്കെ കണക്കാടി. ഒരു ആവശ്യം വന്ന് ചോദിച്ചാ പിന്നെ എല്ലാരെയും അത് ഇതൊക്കെ കേൾക്കണം. ഒരു കണക്കിന് അത് തന്നെ നല്ലത്. എന്താ ചെയ്യാ? ഞാനാണെങ്കി വിചാരിച്ചത് ഇപ്പൊ ആളെ നിർത്താം. ഇന്നലെ നാളെ മേശിരിയോട് വരാൻ പറഞ്ഞതാ. ഞാൻ എന്താ ചെയ്യും? ഇനിയിപ്പോ എന്താ ചെയ്യും? ശരിയാ, മഴയ്ക്ക് മുമ്പ് ആ കുടിലിൽ കിടക്കാൻ പറ്റത്തില്ല. എനിക്കും അറിയാവുന്നതല്ലേ. ആലോചിച്ചിട്ടൊരു എത്തും പിടിയില്ല. എല്ലാം വെച്ചേക്കുമല്ലോടി. ഈ കഴുത്തേ കിടക്കുന്ന വരവാ. എന്താ ചെയ്യും? ഈ മഴയത്തോ ഇനി ആ കുടിലിൽ തന്നെ കിടക്കാം. കൊച്ചുങ്ങളൊക്കെ മഴ അനയുമ്പോ ഈ കിടന്ന് കുടിലിൽ കിടന്നൊക്കെ അതൊക്കെ ഓർക്കുമ്പോഴാണ് പേടി. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഇപ്പം ആവശ്യം നടക്കട്ടെ. അതായത് 2-3 ലക്ഷം രൂപ കിട്ടുമായിരിക്കും പണയം വെച്ചാ. നീ ഇതിപ്പം നിന്റെ കാര്യം നടക്കട്ടെ. അതൊന്നും വേണ്ടടി, വേണ്ട. നിന്റെ കഴുത്തേലല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല. നിന്നെ എനിക്കറിയാം. നമ്മൾ കൊച്ചിലോട്ട് കളിച്ച് വളർന്നവളല്ലേ അടി. ഞാൻ അടുത്ത മാസം എനിക്ക് കുറി ഇട്ടോടി. ഞാൻ താത്തിയാലും ഞാൻ പിടിക്കും. എനിക്ക് അത്രയ്ക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഒരു വീട്ടിൽ തന്നെ ജീവിച്ചവരല്ലേ. നിന്നെ കല്യാണം കഴിച്ച് ഇവിടെ വന്നപ്പോഴും ഞാൻ ഇവിടെ തന്നെ വരണമെന്ന് നിർബന്ധം പിടിച്ചല്ലേ. നിന്നെ ഓർത്തല്ലേ ഇവിടെ വന്നത്. എന്നിട്ടാ ഇപ്പൊ നീ ഇത് കാണിക്കുന്ന? കൊണ്ടുപോ. നീ എനിക്ക് ചോദിച്ചിട്ട് അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ആ സാരമില്ല, ഞാൻ പറഞ്ഞാ കേക്ക് വെക്ക. എന്റെ കഴുത്തേടാ ഇതേ ഉള്ളല്ലേ. അടുത്ത മാസം നിനക്ക് കിട്ടുമല്ലേ. അപ്പൊ നീ എടുത്ത് തന്നാ മതി. അടുത്ത മാസം ഞാൻ എടുത്ത് തരാടി. നീ വിഷമിക്കണ്ട. നീ പറയണേ. എങ്ങനെയെങ്കിലും ആ വീടൊന്ന് തീർത്ത് കയറിയാൽ മതി. ആ ചൂടല്ലേ. ഞാൻ കൊണ്ട് പണയം വെച്ചിട്ട് തട്ടെങ്കിൽ. നേരത്തെ കൊണ്ടുപോയി. നാളെ ജോലിക്കാരൻ നിർത്താല്ലേ. പോട്ടെ. നീ പറഞ്ഞേക്കണേ, അടുത്ത മാസം ഈ സമയമാകുമ്പോൾ ഞാൻ എടുത്തോണ്ട് തരാം. പോട്ടെ, ഈ ബാങ്ക് അടയ്ക്കുന്നതിന് പോയി പണയം വെക്കട്ടെ. ഇക്കാലത്ത് എന്താ പറയും, ഒരു ആവേശത്തിന് അങ്ങ് കൊടുത്തും പോയില്ലേ. വഴക്ക് കുറയോ എന്തോ. അവളെ കാര്യമൊക്കെ ഇക്കായ്ക്കും അറിയാല്ലേ. കഷ്ടമല്ലേ. മഴ പെയ്താൽ കിടക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങളെ വെച്ചോണ്ട് എങ്ങനെയുള്ള കിടക്കുന്ന. വീട് വാർത്ത് കയറിയെങ്കിൽ ഞാൻ പറയാം. മുറ്റവും അടിക്കട്ടെ. മഴ എന്ത് നേരത്തെ വന്നത്? ഓട്ടോ ഇല്ലായിരുന്നാ? ഓട്ടം വലിയ ഓട്ടം ഒന്നും ഞാൻ പിടിക്കത്തില്ല. പിന്നെ വണ്ടി കംപ്ലൈന്റ് അല്ലേ. എന്ത് ചെയ്യാനാ. ഞാൻ ചായ എടുക്കാം. നിക്ക്, നിന്റെ കഴുത്തി കിടന്ന മാല എന്ത് ചെയ്ത്? അത് ഞാൻ ഇക്കാട് പറയാനായിട്ടിരുന്നതാ. നമ്മുടെ ജാസ്മിക്കാണെങ്കിൽ ഇന്നൊരു കുറി ഉണ്ടായിരുന്നു സംഘത്തിലെ. അപ്പൊ അവൾക്കത് കിട്ടിയില്ല. അവള് വീട് പണിക്കാണെങ്കിൽ നാളെ ആളെ നിർത്തിപ്പോയി. പാവമല്ലേ, അവൾക്ക് ഈ മഴയ്ക്ക് മുമ്പ് വീട്ടിൽ കയറി താമസിക്കണ്ടേ. അപ്പൊ ഞാൻ അങ്ങോട്ട് പണയം വെക്കാൻ കൊടുത്തു. ഇക്ക വരുമ്പോ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് പണയം വെച്ചാലേ അവൾക്ക് നാളെ ജോലിക്ക് ആളെ നിർത്താൻ പറ്റൂ. എന്റെ ഒരു ആവശ്യത്തിന് പോലും ഞാൻ ഈ മാല വാങ്ങിയിട്ടില്ല. എന്റെ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് പോലും ഞാൻ ഇത് മേടിച്ചൊന്നും ചെയ്തിട്ടില്ല. നീ എന്തിനു കൊടുത്തത്? അതൊക്കെ അവള് എന്റെ കൂട്ടുകാരിയല്ലേ. ആ വിഷമം വരുന്നതൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കൊടുത്തു. എന്താക്കാ.
നിങ്ങൾ എന്നെ വഴക്ക് പറയല്ലേ. അവള് അടുത്ത മാസം കുറി കിട്ടുമ്പോൾ ഇനി എടുത്ത് തരും. അപ്പൊ നമുക്ക് വണ്ടി പണിയാം. പൈസ കൊടുത്തുള്ള സ്നേഹം ആപത്താണേ. അതെന്താ, അവൾ എൻ്റെ കൂട്ടുകാരിയല്ലേ, ഒരാപത്തും ഇല്ല. ഞങ്ങൾ പണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയൊക്കെ തന്നെ ജീവിച്ചേക്കുന്നത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ലക്ക. അവൾ അടുത്ത മാസം എടുത്തു തരും. അപ്പൊ നമുക്ക് വണ്ടി പണിയാം. ഇക്ക അവിടെ ഇരിക്കും, പോയി സമാധാനപ്പെട്ടിരുന്ന് ഞാൻ ചായ എടുക്കാൻ പോകും. പൈസയാണ് മനുഷ്യനെ ശത്രുവാക്കുന്നത്, അത് ഓർമ്മ വേണം. നമ്മളെ മായം പഴുത്ത് നിൽക്കുന്ന അണ്ണാനും വവ്വാലും ഒക്കെ കൊണ്ടുപോകും. പറിക്കാം. എന്നെ കൊണ്ട് പറ്റാൻ തന്നെ അങ്ങ് മോളിൽ നിൽക്കുന്നത്. അത് പറഞ്ഞപ്പോഴാ ഓർമ്മ. അത് മറ്റേ ജാസ്മി ഉണ്ടല്ലേ നിന്റെ, ഈ പ്രാവശ്യത്തെ സംഘത്തിലെ കുറിയടിച്ച അവക്കാ. ആണോ? ഇപ്രാവശ്യം അവള് അപ്പൊ പണം എടുത്ത് തരുമായിരിക്കും. നീ നാളെ കാണുമ്പോഴേ ചോദിക്കണേ. ചോദിക്കണ്ട, അവളിഞ്ഞ് കൊണ്ടുതരും. അവളിഞ്ഞ് എടുത്തോണ്ട് തരും. അപ്പൊ നമുക്ക് അതങ്ങോട്ട് വെച്ചിട്ട് വണ്ടി അങ്ങ് പണിയാം. വണ്ടി പണിയേ പറ്റൂ, ഇനി ഓടാൻ പറ്റത്തില്ല. ഞാനേ ഓടുന്നില്ല, വലിയ വലിയ ഓട്ടങ്ങൾ കിട്ടുന്നുണ്ട് എനിക്ക്. നമുക്ക് പണിയാം. അവള് നാളെ അങ്ങനെ എടുത്ത് തരും. ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കണ്ടല്ലേ, കഷ്ടപ്പെടുത്തണ്ടല്ലേ. അവളെടുത്തോണ്ട് തരും. കുറി കിട്ടുമ്പോൾ തരാന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് മറിച്ച് ഞാൻ കൊണ്ടുപോയി അവിടെ വയ്ക്കാം കേട്ടാ. കിട്ടുന്ന പൈസ വാങ്ങിച്ചിട്ട് എത്ര രൂപ വണ്ടി പണിയാൻ? അത് ഒത്തിരി പൈസ ആവും. നമുക്ക് അത്യാവശ്യമുള്ള പണിയൊക്കെ ചെയ്തിറക്കാം വണ്ടി. അപ്പൊ അത്യാവശ്യ പണികൾ ചെയ്യും. മതി, നീ കഴിച്ചോ. വീട്ടിന് പാല് കാച്ചി നിൽക്കാൻ അങ്ങോട്ട് വരാൻ എന്ത്? അവൾ എത്ര പ്രാവശ്യം തിരക്കിയെന്നറിയാം. ഞാൻ ചെന്നപ്പോൾ അവരെ ബന്ധുക്കളെല്ലാം കൊണ്ട്. അങ്ങനെ ഞാനെന്താ ഇത് കുറച്ചൊക്കെ നിന്നിട്ട് ഇനി പോരുന്നു. നാളെ അങ്ങനെ ഒന്ന് പോവുകയും വേണം. നാളെ പോകണ്ട, ചെല്ലുമ്പോൾ അറിഞ്ഞിട്ട് ചോദിക്കാൻ ചെല്ലുന്നെന്ന് പറഞ്ഞാലാ. നാളെ ആവട്ടെ. നാളെ അങ്ങനെ അവൾ എടുത്തോണ്ട് തരുമായിരിക്കും. കിട്ടിയെങ്കിൽ എന്നാൽ നാളെ പൈസ കിട്ടും. എടുത്തോണ്ട് തരും. അതിന് അവൾക്ക് പൈസ കിട്ടിയിട്ട് 2 ദിവസം ആയി. നിന്നോടൊന്നും പറഞ്ഞില്ലേ? കുറച്ച് ദിവസം അവളെ കണ്ടിട്ട്. അവിടെ അവരെ ബന്ധുക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയതുമില്ല. പാല് കാച്ചേണ്ടായിരിക്കും. നീ നാളെ എല്ലാം കാണുമ്പോഴേ നീ നോക്ക്. ഇതെല്ലാം പുഴു കയറി പോയി. ഇതാരോ വന്ന് പറിച്ചുകൊണ്ട് പോന്നല്ലേ. അയ്യോ, ജാസ്മി അവിടെ നിക്കടി. നീ എന്തിനടിയാന്ന് വീട്ടിൽ വന്നിട്ട് പിന്നെ അപ്പോഴും തന്നെ ഇനി പോരുന്നത്? ഞാൻ പിന്നെ നിന്നെ അവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ലല്ലേ. ഞാനുണ്ടായിരുന്നു. നിനക്ക് എവിടെ നോക്കാൻ സമയം? നിന്റെ ബന്ധുക്കളുമായിട്ടല്ലേ ആയിരുന്നാ. ഞാൻ പിന്നെ കുറെ നേരം അവിടെ നിന്നിട്ട് ഇനി പോരുന്നു. പിന്നെ നിന്റെ കുറി കിട്ടിയെന്ന് അറിഞ്ഞല്ലേടി, അതൊന്ന് പണയം എടുക്കാൻ പറ്റിയ? കുറി കിട്ടിയടി. അതെ, അടുത്ത മാസം ഞാൻ നിന്റെ എടുത്തു തരാം. അയ്യോ, അല്ല നീ ഈ മാസം എടുത്തു തരാന്നല്ലേ പറഞ്ഞു. ഞാൻ ഇക്കാടത്ത് അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ ഇക്കായ ഇന്നലെ പറഞ്ഞ നിനക്ക് കുറി കിട്ടിയെന്ന്. ഇക്കാടെ കൂട്ടുകാരൻ അവിടെ ഉള്ളോണ്ടേ അറിഞ്ഞ്. പൈസ എൻ്റെ ആങ്ങളെ അങ്ങോട്ട് മറിച്ച്. അവൻ അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് അടി മറിച്ചത്. ഞാൻ നിന്റെ എടുക്കാനിരുന്നതാ. അപ്പൊ കുറി കിട്ടിയപ്പോ എല്ലാരും അറിഞ്ഞില്ലേ. അവൻ ചോദിക്കുമ്പോ ഞാൻ എങ്ങനെ അടി കൊടുക്കാതിരിക്കുന്ന? ആണോ? അയ്യോ, അത് കിട്ടിയെങ്കിൽ ഉപകാരമായിരുന്നടി. ഇത്തിരി പൈസ ഇടാൻ ടൈറ്റ് ഉണ്ടായിരുന്നു. ഇക്കായ്ക്ക് വണ്ടി പണി ഉണ്ടായിരുന്നു. വണ്ടി ഇത്തിരി പണിയായിപ്പോയി. അപ്പൊ ഇക്ക പറഞ്ഞു അത് ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് പണി തീർക്കായിരുന്നെന്ന്. അടുത്ത മാസം ആവട്ടെ. അടുത്ത മാസം എങ്കിൽ നീ എത്രയും പെട്ടെന്നൊന്ന് തരാൻ നോക്കണേ. അവ അടുത്ത മാസം എടുത്ത് തരും. അവനൊരു വണ്ടി എടുക്കുന്നു, അതിന്റെ ആവശ്യത്തിന് അങ്ങോട്ട് മറിച്ച്. പോട്ടെ. പൊയ്ക്കോ. ഞാനത് പ്രതീക്ഷിച്ചായിരുന്നല്ലേ. ഇപ്പൊ വണ്ടി പണിയാൻ എന്താ ചെയ്യാന്ന്? ഓട്ടോ ഓടിയില്ലെങ്കിൽ നമ്മളെ കാര്യം പട്ടിണിയാവുമല്ലേ. വരുമ്പോഴൊക്കെ ചോദിക്കുകയും ചെയ്യാം. പൈസ വന്നു പണം എടുത്ത് തന്നോ നിൽക്കുക. ഇന്ന് വരുമ്പോ ചോദിക്കുകയും ചെയ്യല്ലേ. ആ പ്രതീക്ഷയും പോയി. ജാസ്മി, ജാസ്മി, മുബീന നീ അടേ? ഞാൻ തന്നെ. പിന്നെ കുറച്ച് ദിവസമല്ലേ അങ്ങോട്ടൊക്കെ കണ്ടിട്ട്. അത് ഞാൻ ഇപ്പം അങ്ങോട്ട് വരാത്തതേ ഇച്ചിരി തിരക്കായിപ്പോയി. പിള്ളേർക്ക് പരീക്ഷ, പിന്നെ ഇവിടെ ജോലിക്കൊക്കെ പോയില്ലേ ഇപ്പം. അപ്പൊ പിന്നെ എനിക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങാനുള്ള സമയം കിട്ടിയില്ലടി.
ആ നിന്റെ ആവശ്യങ്ങൾ നടക്കട്ടെ. ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാത്ത എന്ത്? അത് ഞാൻ ഫോൺ എടുക്കാൻ ഞാൻ ബാത്റൂമിൽ പോയിരുന്നു, അപ്പോഴായിരിക്കും നീ വിളിച്ചത്. ഞാൻ അപ്പോൾ ഫോൺ കണ്ടില്ല കേട്ടാ. കഴിഞ്ഞ ആഴ്ച വിളിച്ച്. ആ കഴിഞ്ഞ ആഴ്ച നീ വിളിക്കുമ്പോൾ ഒന്നും എനിക്ക് എന്തോ കിട്ടുന്നില്ലായിരിക്കും. നമ്പർ എങ്ങനെ മാറിയാ? ഓ എൻ്റെ നമ്പരൊന്നും മാറിയിട്ടില്ല, എൻ്റെ പഴയ നമ്പർ തന്നെ. അല്ല നിന്റെ പേരെനിക്ക് എഴുതി കാണിക്കുന്നില്ലടേ. അതൊക്കെ ഇരിക്കട്ടെ, എൻ്റെ പണം എന്നെടുത്ത് തരുന്നീ? ആ ആ ആ ആ പണം എടുക്കുന്നില്ലേ? അത് ഞാൻ എടുത്ത് തരാം. 6 മാസമായില്ലേ? കുറി കിട്ടിയ പൈസ ഞാൻ പെയിന്റ് അടിക്കാർക്ക് കൊടുത്തടി. പെയിന്റും കൂടെ അടിക്കട്ടെ, വൃത്തിയായി കിടക്കണ്ടേ. അതൊക്കെ നിന്റെ കാര്യങ്ങൾ, അതൊക്കെ നിന്റെ ആവശ്യങ്ങൾ. പെയിന്റ് അടിക്കുന്നതും കാര്യങ്ങളും എല്ലാം നിന്റെ ആവശ്യം. എൻ്റെ സ്വർണം വാങ്ങിച്ചാൽ നീ എന്നെടുത്ത് തരും എന്നറിയാനാ ഞാൻ വന്നത്. അല്ല ഞാൻ എടുത്തു തരാമെന്ന് ഒരിക്കത്തില്ല. അതെൻ്റെ ആങ്ങളെ അങ്ങോട്ട് മറിച്ചല്ലേ. അത് കിട്ടിയപ്പോൾ പിന്നെ പെയിന്റ് അടിക്കണോന്ന് ഇക്ക പറയുന്നു. ഇക്ക പറഞ്ഞ് നമ്മൾ പെയിന്റ് ഒക്കെ അടിക്കാതെ എങ്ങനെ കിടക്കും വീട്ടിനകത്ത്, അങ്ങനെ പെയിന്റ് അടിക്കാന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങോട്ട് കൊടുത്തേക്കുന്നത്. പറ്റത്തില്ല, നീ നോക്കിയൊന്നും വേണ്ട. എനിക്ക് 2 ദിവസത്തിനുള്ളിൽ എൻ്റെ പണം എടുത്ത് തരണം. അതിപ്പോ നിനക്ക് ഇത്ര അത്യാവശ്യമാണെന്ന് ഞാൻ അറിഞ്ഞാ. ഞാൻ വിചാരിച്ചൊരു സമാധാനമൊക്കെ കിട്ടുമല്ലേ എന്ന്. അങ്ങനെയല്ലേ, എനിക്ക് പല ആവശ്യങ്ങളുള്ളതാ. ഞാൻ എന്ത് ബുദ്ധിമുട്ടിയാ ജീവിക്കുന്നത് നിനക്ക് അറിഞ്ഞൂടെ? ഞാൻ നിന്റെ പറഞ്ഞല്ലേ എനിക്കവിടെ വണ്ടി പണിയണോന്ന്. അത്ര അത്യാവശ്യം പറഞ്ഞിട്ട് പോലും നീ അതിട്ട് മറിച്ച്. ഇത്രയും നാൾ നീ ഇട്ട് മറിച്ച്. 6 മാസം കഴിഞ്ഞ്. എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുള്ളതാ. അത് കിട്ടാതെ ഞാൻ പോകത്തില്ല. ഞാൻ നോക്കട്ടെ. നോക്കിയാ പോരാ, എനിക്ക് നാളെ മറ്റന്നാളെ കിട്ടണം. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് നോക്കട്ടെ, മറിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. നീ കേറുന്നില്ലല്ലോ അകത്തോട്ട്? ഞാൻ വരുന്നില്ല, വന്നിടത്തോളം മതി. ഞാൻ പറഞ്ഞ കേട്ടല്ലേ, നാളെ മറ്റന്നാളെ എനിക്ക് ആ പണം എടുത്തോണ്ട് തരണം. എനിക്ക് വേണം, അത്യാവശ്യമാണ്. ഞാൻ നോക്കാം, നീ പൊയ്ക്കോ. എനിക്ക് അല്ലെങ്കിൽ എടുത്ത ഒരു മര്യാദ. നീ ഇന്ന ദിവസം എടുക്ക, അല്ലെങ്കിൽ ഫോൺ എടുത്ത്. അതൊന്നും നിനക്കിപ്പോ ഇല്ലല്ലേ. ഞാൻ ഒരു ഉപകാരം ചെയ്തപ്പോ ഞാൻ നിന്റെ ശത്രുവായി മാറി. കുറച്ച് തിരക്കുണ്ട്, നീ പൊയ്ക്കോ. ആഴത്തെ മാങ്ങ പിച്ചി എല്ലാം തീർന്ന്. ഇനി തോട്ട എടുത്തോണ്ട് വരണമല്ലേ. എന്താ വെപ്രാളം. ഇവിടെ തന്നെ ഇരിക്കുന്നാ. ജാസ്മി എടുത്താടി. ഉപകാരമാടി. കുറച്ച് ഇടപാടുകൾ ഉണ്ടായിരുന്നടേ. ഇതിനുവേണ്ടി 6 മാസമായിട്ടാണ് നീ എന്നെയായിട്ട് വെപ്രാളപ്പെടുത്തുന്നത്. ഒരു കൂട്ടുകാരിയല്ലേ എന്ന് പറഞ്ഞൊരു സഹായം സ്വീകരിച്ചു. ഇങ്ങനെയുണ്ടാ? കിടക്കാൻ സമ്മതിക്കത്തില്ല, ഉറങ്ങാൻ സമ്മതിക്കത്തില്ല, എപ്പോഴും ഫോൺ വിളി. എനിക്ക് ഇതുവഴി പോകാൻ പറ്റത്തില്ല. എൻ്റെ സ്വർണവേ. ഇത് വാങ്ങിച്ച് വീട് വെച്ചിട്ട് എനിക്കൊരു സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെ? അന്ന് ഒറ്റ ദുരിതം. അതെ, ഞാൻ മാല തന്നേ. ഇതുവരെയുള്ള എല്ലാ ബന്ധവും നിർത്തിയേ. ഇതൊരു സ്നേഹമായിരുന്നു. ഒരു പായലെ കിടക്കത്തോളം, ഒരു പായലെ തിന്നത്തോളം എന്നുള്ള. കെട്ടിച്ചു വിട്ടപ്പോ തന്നെ അടുത്തടുത്ത വീടുകളിൽ ഒന്ന് താമസിച്ച്. ഇങ്ങനെ വേണം സുഹൃത്ത് ബന്ധമായാല്. ഒന്ന് സഹായിച്ചെന്നും പറഞ്ഞ് എനിക്കൊരു സ്വസ്ഥത തന്നിട്ടുണ്ടോ നീ? നിന്റെ മാലയും തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ചെവിന്നുള്ളി ഞാൻ അങ്ങോട്ട് കയറി വരണ്ട. വന്ന് കഴിഞ്ഞ് സ്വസ്ഥമായി. ഗുഡ് ബൈ. വാങ്ങിയൊരു സഹായം ചെയ്തിട്ട് 24 മണിക്കൂറും കയറി ഇറങ്ങും. ഇക്ക പറഞ്ഞ എത്ര ശരിയാ. ഞാൻ ഒരാളെ സഹായിച്ചതിൻ്റെ പേരിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം ഇല്ലാതാക്കി. പറഞ്ഞത് പൈസയാണ് മനുഷ്യനെ ശത്രുവാക്കുന്നതെന്ന്. ഇക്കാലത്ത് ഒരാൾ കടം ചോദിച്ചാലേ കൊടുക്കരുത്. കൊടുത്തിട്ട് തിരിച്ചു ചോദിച്ചാൽ അത് ശത്രുവായി മാറും. അതാണ് കാലം. എൻ്റെ അനുഭവം തന്നെ കണ്ടില്ലേ.
ഞാൻ പഠിച്ചില്ല, ഇപ്പം പഠിച്ചു അനുഭവത്തിലൂടെ.